Hi friends, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ 4 വീഡിയോസ് ഒരേപോലെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ബെനിഫിറ്റ് ഉള്ള ഒരു പാക്കാണ്, കുറേ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു പാക്ക് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഫുൾ ബോഡി ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും, അതായത് നമുക്ക് ഇരുണ്ടുപോയ നിറക്കം നന്നായിട്ടൊന്ന് വർദ്ധിപ്പിക്കാനും, അതേപോലെ തന്നെ നമുക്ക് സെയിം ആയിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വ്രിങ്കിൾസ് നന്നായിട്ട് മാറുകയും ചെയ്യും, അത് വരാതിരിക്കുകയും ചെയ്യും വ്രിങ്കിൾസ്. അപ്പൊ അതാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം. കുറച്ചൊന്ന് ഏജ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് ബോഡി കെയർ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ആദ്യം വരുന്നത് വ്രിങ്കിൾസ് ആയിരിക്കും, അതുപോലെ തന്നെ പിമ്പിൾസും. അപ്പൊ അതൊക്കെ ഒന്ന് മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. വ്രിങ്കിൾസ് നമുക്ക് വേഗം തന്നെ നമുക്ക് മാറുന്നത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഞാനത് ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമുക്ക് ഒറ്റ യൂസ് തന്നെ നമുക്ക് റിസൾട്ട് വേഗം തന്നെ കിട്ടും. ചെറിയ ചെറിയ വ്രിങ്കിൾസ് ആണെങ്കിൽ നമുക്ക് ഒറ്റ യൂസ് തന്നെ കിട്ടും. പിന്നെ നന്നായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നാച്ചുറൽ ആയതുകൊണ്ട് കുറച്ചും കൂടി യൂസ് ചെയ്യണം, അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. പിന്നെ 2 ഇൻഗ്രീഡിയന്റ് മതി കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ലൂടി വരും, അതും കൂടി എനേബിൾ ചെയ്യണം. എന്നാലാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം, അതുപോലെ തന്നെ അപ്ലൈ ചെയ്തും കൂടി കാണിക്കാം കേട്ടോ. നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് അമുക്കുരം പൗഡറാണ്, അതായത് അശ്വഗന്ധ പൗഡർ. നമുക്കിതിൽ ഇംഗ്ലീഷിൽ അതിനെ പറയുമ്പോൾ അശ്വഗന്ധ പൗഡർ എന്നാണ് പറയുക, മലയാളത്തിൽ അതിന് അമുക്കുരം പൊടി എന്ന് പറയും. ഇത് നമുക്ക് പൗഡറായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ കുരുവായിട്ട് മേടിക്കാൻ കിട്ടും. കുരുവായിട്ട് മേടിക്കുമ്പോൾ ഇത് ശുദ്ധി ചെയ്തിട്ട് പൗഡറാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് പാലിലിട്ട് പുഴുങ്ങിയെടുത്ത് ഉണക്കിയിട്ട് പൊടിച്ചത് ഭയങ്കര പാടാണ് ശുദ്ധി ചെയ്തെടുക്കാൻ. ഇങ്ങനെ പൗഡറായിട്ട് മേടിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. 100 ഗ്രാമിന് വന്നിട്ട് 100 രൂപയാണ്. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു റേറ്റിൻ്റെ വ്യത്യാസമുണ്ട്, കുറച്ച് കൂടുതലാണ് റേറ്റ്. 100 ഗ്രാമിന് വന്നിട്ട് 100 രൂപയാണ്. അപ്പോൾ അത് ഭയങ്കര ഫൈനായിട്ടുള്ള പൗഡറാണ്. വളരെ കുറച്ചെടുത്ത് യൂസ് ചെയ്യുക, അമിതമായിട്ട് വേസ്റ്റ് ഒന്നും വരാതെ. അപ്പോൾ വളരെ നല്ലതാണ്. ഇത് വന്നിട്ട് നമുക്ക് ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും വേണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ അറിയാനായിട്ട്, ഞാൻ പറഞ്ഞറിയുന്നതിനേക്കാളും ഇങ്ങനെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അടുത്തത് നമുക്ക് വേണ്ടത് ലിക്വറൈസ് പൗഡറാണ്. അതായത് കുറേ പേര് ചോദിച്ചാൽ എന്താണെന്നത് ഇരട്ടി മധുരമാണ്. അപ്പോൾ അതും നമുക്ക് സ്കിൻ നന്നായിട്ട് വൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ആൻറ്റി ഏജിങ്, നമുക്ക് എന്താ പറയുക, ഈ പ്രായമാകുമ്പോൾ വരുന്ന ആ ഒരു അസ്വസ്ഥതയൊക്കെ നമുക്ക് പെട്ടെന്ന് മാറും നമ്മുടെ ഫേസിലും ബോഡിയിലുള്ളത്. അപ്പം നമുക്കിത് രണ്ടും കൂടി എടുത്തിട്ട് ഒരേ അളവിലെടുത്തിട്ട് ഒരു ബോട്ടിൽ, അതായത് ഒരു ചെപ്പിലാക്കി നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ടും ഒരേ അളവ് കാണിച്ചു തരാണ്. 2 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക്, ഞാൻ സാധാരണ വെള്ളമാണ് ഉപയോഗിക്കുക. ബോഡിയിലേക്കാണെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ ബാത്റൂമിൽ നമുക്ക് എന്താ പറയുക ബാത്ത് പൗഡറായിട്ട് യൂസ് ചെയ്യാം ഇത്. അപ്പോൾ നമുക്ക് സാധാരണ വെള്ളം തന്നെ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫേസിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ഇനിയിപ്പോൾ ഡ്രൈ ആവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് അതിലേക്ക് തേനോ പാൽപ്പാടയോ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ബോഡിയിലേക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ വെള്ളം തന്നെ കുഴച്ചിട്ട്, വെള്ളം കൂട്ടി കുഴച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കധികം വേസ്റ്റ് വരാതെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ കുറച്ച് റേറ്റ് കൂടുതലാണ് ഈ അമുക്കുരം പൗഡറിന്. ഇത് വന്നിട്ട് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നത് ഈ ആൻറ്റി ഏജിങ്ങിന് തന്നെയാണ് ഉള്ളിലേക്കും കഴിക്കുന്നത്. അത് നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷന് ഉണ്ടെങ്കിൽ മാത്രമാണ് കഴിക്കുക. പിന്നെ വന്നിട്ട് ഈ ഒരു എന്താ പറയുക, ജെൻസിന് കൗണ്ടൊക്കെ കുറയുമ്പോൾ യൂസ് ചെയ്യുന്നതാണിത്. പിന്നെ അതുപോലെ തന്നെ തടി വയ്ക്കാനായിട്ട് ഇത് പാലിലൊക്കെ ഇട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ കുറേയധികം ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്താ പറയുക, കായകൽപ്പ ചികിത്സ എന്നൊക്കെ പറയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വേറൊരു വെർഷനാണിത്. വളരെ നല്ലതാണ് നമുക്കിത് നമ്മുടെ ബോഡിയിൽ, സ്കിന്നിൽ, അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് നിങ്ങൾ ഡോക്ടർക്ക് പ്രിസ്ക്രിപ്ഷനോട് കൂടി കഴിക്കണം. ഇത് പുറത്തേക്ക് ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല, നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ 2 കയ്യിൽ നിന്ന് അത്യാവശ്യം ചെറിയ ചെറിയ ലൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കയ്യിലാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ അത്യാവശ്യം ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ റിസൾട്ട് കാണിക്കുമ്പോൾ ഞാൻ ലൈറ്റ് നന്നായിട്ട് കുറയ്ക്കുകയാണ്, കാരണം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാവാനായിട്ട്. പിന്നെ ആയുർവേദ ഇൻഗ്രീഡിയൻസ് ആകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് അത്രയധികം വലിയൊരു എന്താ പറയുക, നമുക്ക് വലിയൊരു റിസൾട്ട് കിട്ടില്ല. അത്യാവശ്യം നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 2 കൈ ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഒരു കൈ അത്യാവശ്യം ചുളിവുണ്ട് ചെറുതായിട്ട്.
അപ്പോൾ ഞാൻ വാഷ് ചെയ്തു. അപ്പോൾ ലൈറ്റ് നന്നായിട്ട് ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ, തീരെ ലൈറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ 2 കൈൻ്റെ വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. നമ്മളൊരു ആയുർവേദ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് ഓർക്കണം നമുക്ക് ഇത്രയും റിസൾട്ട് വരുന്നത് ഒറ്റ ഇതിൽ. നമുക്ക് സാധാരണ കെമിക്കലൊന്നും അല്ല, നമുക്ക് വേഗം തന്നെ റിസൾട്ട് കിട്ടും കുറച്ചും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആ wrinkles ഒക്കെ മാറിയിട്ടുണ്ടോ നോക്കാം. 2 കൈയിൽ അത്യാവശ്യം ചുളിവുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്ത കൈയുടെ ചുളിവ് മാറിയോ നമുക്ക് നോക്കാം. ഞാൻ തീരെ ലൈറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ലൈറ്റ് വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം. കണ്ടോ, നമുക്ക് ആ കൈൻ്റെ വ്യത്യാസം കണ്ടോ. ഒരു കൈക്ക് നന്നായിട്ട് അത്യാവശ്യം നല്ലൊരു യെല്ലോ ബ്രൈറ്റ്നെസ് ആണ് ഇത് കിട്ടുക. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, നമുക്ക് ആ ഒരു നിറം കിട്ടുമ്പോൾ നമ്മുടെ നല്ലൊരു ഫേസ് ആയാലും ബോഡിയിൽ യെല്ലോ ബ്രൈറ്റ്നെസ് കിട്ടും. അപ്പോൾ ഈ കൈമ അത്യാവശ്യം ചുളിവുണ്ട്, ഇതിൻ്റെ ചുളിവൊക്കെ നന്നായിട്ട് മാറി. അപ്പോൾ എൻ്റെ കൈമ ചെറിയ ചുളിവുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് പെട്ടെന്ന് മാറിയത്. അപ്പോൾ വലിയ ചുളിവുണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം, അതായത് ബാത്ത് പൗഡറായിട്ടോ പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കൈമ കണ്ടോ അത്യാവശ്യം ചുളിവുണ്ട്. അപ്പോൾ ഇതിമത്തെ ചുളിവൊക്കെ പോയി, ഒറ്റ ചുളിവില്ല, നല്ല ബേബി സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കാണാം കേട്ടോ. അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ആ ചുളിവ് ഉണ്ടാവില്ലേ, കണ്ണിൻ്റെ ഇടയിലൊക്കെ ചെറുതായിട്ട് ഒരുപാട് ചുളിവ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിരിക്കില്ലേ, അങ്ങനെ wrinkles ഉണ്ടാവും. അപ്പം അതൊക്കെ നന്നായിട്ട് വേഗം മാറും. അതിന് ബെസ്റ്റാണിത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫുൾ ബോഡിയിൽ ആ ഒരു കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ യൂസ് ചെയ്താലാണ് അതിൻ്റെ റിസൾട്ട്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നമുക്ക് സാധാരണ നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഫേസിലേക്ക് വേണമെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ളതില്ല, അതായത് തേനോ അതുപോലെ തന്നെ തൈരോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഏതാണ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുക എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇപ്പം നമുക്ക് പച്ചവെള്ളം തന്നെ ഫേസിലേക്ക് ഉപയോഗിക്കണം എന്നില്ല. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്ത് പൗഡറായിട്ട് യൂസ് ചെയ്യാം. അതും നമുക്ക് സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റും. ബാത്ത് പൗഡറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ തന്നെ വാഷ് ചെയ്ത് കളയാം. അപ്പോഴും നമുക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ ടോട്ടൽ ബോഡിക്ക്. അപ്പം ചുളിവുള്ളവരൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് അവർക്ക് മനസ്സിലാവും, നിങ്ങൾ തന്നെ കണ്ടുല്ലോ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക, അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നല്ലോണം റിസൾട്ട് കിട്ടും നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ കുറച്ച് ആ ഒരു റേഞ്ചിന്റെ വ്യത്യാസമുണ്ട്, അതായത് ഒരു 100 ഗ്രാമിന് മുക്കുരം പൗഡർ വന്നിട്ട് 100 രൂപയാണ്. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യാം. എന്താന്ന് വെച്ചാൽ നമുക്കത് വളരെ കുറച്ചെടുത്ത് യൂസ് ചെയ്യാം. അതായത് നമുക്ക് അധികം ഒന്നും ആവശ്യമില്ല, കുറച്ച് തന്നെ മതി. അതിന് പൗഡർ നമ്മൾ ശ്രദ്ധയില്ലാതെ എടുക്കാതെ കുറച്ചൊക്കെ എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേ കാലം കൂടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറ്റുള്ളവർക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ലവ് യു.